ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ ലോക്സഭാ അവലോകനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ലാപ്പിലേക്ക് കിടക്കുകയാണ്. ഇന്ന് കണ്ണൂർ, ഇനി കാസർഗോഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവസാനത്തെ മണ്ഡലമായ കാസർഗോഡ്. കണ്ണൂരിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സമീപകാല പൊളിറ്റിക്കൽ ഇലക്ട്രൽ ഹിസ്റ്ററി, ചരിത്രം, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കിയാൽ 2019 ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായ കെ സുധാകരൻ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് കണ്ണൂർ. അദ്ദേഹം സുധാകരൻ 94,559 വോട്ടിന് 94,095,500 1,05,000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിനാണ് CPIMന്റെ പ്രമുഖ വനിതാ നേതാവായ PK ശ്രീമതിയെ തോൽപ്പിക്കുന്നത്. CK പത്മനാഭൻ, മുൻ BJP പ്രസിഡന്റ്, അവിടെ നേടിയത് വെറും 6.56%. 68,000-ൽ പരം വോട്ടുകളാണ് CK പത്മനാഭൻ നേടിയത്. സോ ഇക്കുറിയും BJP ഈ 2024 അവിടെ ഒരു നിർണായക ശക്തിയാണ്. പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണ്? സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് കെ സുധാകരനും CPIMന്റെ കരുത്തനായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിലിരുന്ന് നമ്മുടെ MP ജയരാജനുമാണ്. കടുത്ത മത്സരമാണ് കണ്ണൂരിൽ നടക്കുന്നത്, ആർക്കും സംശയമില്ല. ഇതിൽ ആര് ജയിക്കും എന്നായിരിക്കുമല്ലോ ചോദ്യം. 2014 PK ശ്രീമതി CPIM അവിടെ ജയിച്ചു. അന്ന് തോൽപ്പിച്ചത് ഇതേ കെ സുധാകരനെയാണ്, കോൺഗ്രസിന്റെ നേതാവിനെയാണ്. അന്ന് ചെറിയ ഭൂരിപക്ഷത്തിനാണ് PK ശ്രീമതി ജയിച്ചത്, വെറും 6,566 വോട്ട്. അതൊരു ലോക്സഭാ ഇലക്ഷനിൽ ഒരു പ്രധാന മാർജിനേ അല്ല. പക്ഷെ കെ സുധാകരന്റെ 1,00,000-ഓളം വോട്ട്, 95,000 ഭൂരിപക്ഷം മറികടക്കുക എന്നതാണ് കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും CPIMന്റെ വെല്ലുവിളി. നമുക്കറിയാം, കേരള രാഷ്ട്രീയം എടുത്താൽ CPIMന്റെ ഏറ്റവും വലിയ തട്ടകം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും പലപ്പോഴും അത് കണ്ണൂരാണ്, മലബാറാണ്, പ്രത്യേകിച്ച് കണ്ണൂർ. അപ്പോൾ കണ്ണൂരിൽ ജയിക്കുക എന്നത് CPIMനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് വളരെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. BJP 2014 നേടിയത് വെറും 51,000 വോട്ടാണ്, 5.45%. അത് കാര്യമാക്കാനില്ല. 2009 കെ സുധാകരൻ അവിടെ ജയിച്ചു. അന്ന് മാർജിൻ 43,000 വോട്ടായിരുന്നു. തോൽപ്പിച്ചത് CPIMന്റെ യുവനേതാവ് KK രാഗേഷിനെ. അദ്ദേഹം പിന്നീട് രാജ്യസഭ MP ആയി അറിയാം. 2004 അന്ന് CPIMൽ ഉണ്ടായിരുന്ന AP അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചത്, 83,000-ൽ പരം വോട്ടിന്. തോൽപ്പിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ. അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ പലതവണ ജയിച്ച ആളാണ് കണ്ണൂർ. 98 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു. ഭൂരിപക്ഷം 2,180 വോട്ട് മാത്രം. 96 മുല്ലപ്പള്ളി ജയിക്കുന്നു, ഭൂരിപക്ഷം 39,000-ൽ പരം വോട്ടുകൾ. തോൽപ്പിച്ചത് രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇപ്പോഴത്തെ മന്ത്രിയെ. 91 മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ജയിക്കുന്നു, 4,000-ൽ പരം വോട്ടിന്. തോൽപ്പിച്ചത് ഇബ്രാഹിം കുട്ടി CPIM. 89 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു, 47,404 വോട്ടിന്, മികച്ച ഭൂരിപക്ഷം. തോൽപ്പിച്ചത് ഇപ്പോഴത്തെ CPIMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. 84 മുല്ലപ്പള്ളി അവിടെ ജയിക്കുന്നു. പരാജയപ്പെടുത്തിയത് പാട്യം രാജൻ CPIM. 25,000-ൽ പരം വോട്ടിനാണ് തോൽപ്പിച്ചത്. 67 പാട്യം ഗോപാലൻ അവിടെ ജയിച്ചു. അന്ന് TM അബ്ദുള്ളയെ തോൽപ്പിക്കുന്നു. 62 SK പൊറ്റക്കാട് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ച് പ്രമുഖ സാഹിത്യകാരൻ അന്ന് ജയിച്ച മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭ. അപ്പം ഇങ്ങനെ ഒരു വലിയ ചരിത്രം കണ്ണൂരിന് പറയാനുണ്ട്. അപ്പം മുല്ലപ്പള്ളി തന്നെ ഇത്രയും തവണ അവിടെ ജയിച്ചു. 1, 2, 3, 4, 5 തവണ മുല്ലപ്പള്ളി ജയിച്ച മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭ. പിന്നെ അതൊക്കെ വടകരയിലേക്ക് മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, CK ചന്ദ്രപ്പൻ, CPIയുടെ മുതിർന്ന നേതാവായിരുന്ന CK ചന്ദ്രപ്പൻ പാർട്ടി പിളർന്നതിന് ശേഷം CPI വലതുപക്ഷത്തേക്ക് UDFിലേക്ക് പോയ കാലത്ത് കണ്ണൂരിൽ CPIയും CPIMും പരസ്പരം പോരാടിയിട്ട് 71 CK ചന്ദ്രപ്പൻ പാർട്ടി പിളർന്ന ശേഷം പാട്യം ഗോപാലിനെ തോൽപ്പിക്കുന്നു, 39,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. 77 7 കൊല്ലം കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷൻ
അന്ന് സി കെ ചന്ദ്രപ്പൻ CPI UDF നിൽക്കുന്ന സി കെ ചന്ദ്രപ്പൻ ജയിക്കുന്നു. O ഭരതൻ CPM അദ്ദേഹത്തെ 12,000-ൽ പരം വോട്ടിനാണ് സി കെ ചന്ദ്രപ്പൻ തോൽപ്പിച്ചത്. അത്തരത്തിൽ 80-ൽ കെ കുഞ്ഞമ്പു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പൂർവ്വ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഇപ്പം എന്ത് സംഭവിക്കുക? അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും കൂടിയാലും കണ്ണൂരിൻ്റെ ചരിത്രം നോക്കിയാൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി കാലാകാലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജയിച്ചിട്ടുണ്ട്. ഇപ്പം 2019-ൽ രാഹുൽ ഫാക്ടറും കോൺഗ്രസിൻ്റെ ചില അനുകൂല ഘടകങ്ങളും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമായ ജില്ലയായ കണ്ണൂരിലും വരും. കണ്ണൂരും വയനാടും ചേർന്ന് നടക്കുന്ന ഒട്ടേറെ മേഖലകൾ അവിടെ ഉണ്ട്, ഇരിട്ടി പോലുള്ള മലയോര മേഖലകൾ. അപ്പോൾ ഇതൊക്കെ കെ സുധാകരനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം കെ സുധാകരന് ഈ 95,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷെ ഇക്കുറി ആ അനുകൂല ഘടകങ്ങൾ കെ സുധാകരനില്ല, കോൺഗ്രസിനില്ല. പിന്നെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ, പിന്നെ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള കെ സുധാകരൻ്റെ ചില അബദ്ധങ്ങൾ, പ്രസ്താവനകൾ, കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ ഒക്കെ ഈ 2019-ലെ അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് സമ്മാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കുറച്ച് പ്രതികൂലമാണ്. അപ്പം അതനുസരിച്ച് LDFന് മുന്നേറാൻ പറ്റും. അങ്ങനെ പോകുമ്പം MV ജയരാജനുള്ള സാധ്യതകൾ അവിടെയാണ് നിലകൊള്ളുന്നത്. BJP അവിടെ കണ്ണൂരിൽ ഒരു നിർണായക ശക്തിയെ അല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ 2021-ലെ അസംബ്ലി സെഗ്മെന്റ് ഇലക്ഷനിൽ ഓരോ മണ്ഡലത്തിലും കിട്ടിയ വോട്ടുകളും അതിപ്പോൾ എങ്ങനെ കുറയും കൂടുമോ, ആരെ അനുകൂലിക്കും ആരെ പ്രതികൂലിക്കും, ആർക്ക് ഗുണം ചെയ്യും ആർക്ക് ദോഷം ചെയ്യും എന്നുകൂടി വിലയിരുത്തിയാൽ കണ്ണൂര് ആര് ജയിക്കുമെന്ന് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ സാധിക്കും. നമുക്കതിലേക്ക് വരാം. നമ്മൾ അസംബ്ലി സെഗ്മെന്റ് എടുക്കുമ്പോൾ ആദ്യം തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങാം. തളിപ്പറമ്പിൽ സിറ്റിംഗ് MLA മുൻ മന്ത്രിയും ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ. അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത്. ഈ 2021-ൽ MV ഗോവിന്ദൻ ജയിച്ചത് 22,689 വോട്ട്. വളരെ മാന്യമായ നല്ല ഭൂരിപക്ഷമാണ്. 2016-ലും 2011-ലും ഇത് CPIM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. ജെയിംസ് മാത്യു 2 തവണ ജയിച്ച മണ്ഡലം. 2014-ൽ ജെയിംസ് മാത്യുവിന് 40,617 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ LDFന്റെ ഉറച്ച കോട്ടയാണ് തളിപ്പറമ്പ്. BJPക്ക് 9.21. അതെ, 10% വോട്ടേ ഈ 3 തെരഞ്ഞെടുപ്പിലും BJPക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ BJP ഒരു പ്രധാന ഫാക്ടറുണ്ട്. 2011-ൽ ജെയിംസ് മാത്യു ജയിക്കുന്നത് 27,761 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അന്നും BJPക്ക് വെറും 4% വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ തളിപ്പറമ്പ് എങ്ങനെ ചിന്തിക്കുന്നു? അസംബ്ലി സെഗ്മെന്റ് വൈസ് ഇത്തവണ ഇക്കുറി ലോക്സഭാ ഇലക്ഷനിലും തളിപ്പറമ്പിൽ LDFന് അതേപോലെ LDFന്റെ സ്ഥാനാർത്ഥിക്ക് MV ജയരാജന് കൃത്യമായ മേൽക്കൈ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ വോട്ട് എണ്ണൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ മണ്ഡലം ഇരിക്കൂർ. പൊതുവെ ഒരു പ്രോ UDF മണ്ഡലമാണ്. പ്രോ UDF ആണെങ്കിലും വലിയ മൃഗീയ ഭൂരിപക്ഷമൊന്നും UDFന് കിട്ടാത്ത മണ്ഡലം കൂടിയാണ്, കോൺഗ്രസിന് കിട്ടാത്ത മണ്ഡലം കൂടിയാണ് ഇരിക്കൂർ. ഇരിക്കൂറിൽ സജീവ് ജോസഫാണ് കഴിഞ്ഞവിടെ ജയിച്ചത്. അതിനു മുമ്പ് പലപ്പോഴും KC ജോസഫ് ജയിച്ച് മന്ത്രിയൊക്കെയായ ചരിത്രം അറിയാം. സജീവ് ജോസഫ് കോൺഗ്രസിലെ ജോസഫ് ജയിച്ചത് കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ന്യായമായ മാന്യമായ ഭൂരിപക്ഷം. 2016-ൽ KC ജോസഫ് അവിടെ ജയിക്കുന്നു. കിട്ടിയത് 9,647 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 10,000-ൽ താഴെ. BJP നിർണായ ശക്തിയല്ല. അവിടെ 5%, 6%, 7% വോട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. 2011-ൽ KC ജോസഫ് തന്നെ അന്നും ജയിക്കുന്നു. അന്ന് അദ്ദേഹത്തിന് 11,757 വോട്ട് ഭൂരിപക്ഷം കിട്ടി. പിന്നെ ആ ഭൂരിപക്ഷം കുറയുകയാണ് ഉണ്ടായത്. അവിടെ BJPക്ക് വെറും 2.73% വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇരിക്കൂർ ആരെ പിന്തുണയ്ക്കും ഇക്കുറി ലോക്സഭയിൽ. ഇരിക്കൂറിൽ ഒരു ചെറിയ എഡ്ജ് UDFന് കിട്ടാം. ഇനി അത് ഇത്തിരി കൂടി കഴിഞ്ഞാൽ 10,000 അല്ല 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ പറഞ്ഞ UDF പാറ്റേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കൂറിൽ UDFന് അല്ലെ കെ സുധാകരനെ കിട്ടും നമ്മൾ ചിന്തിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് മറികടക്കാൻ തളിപ്പറമ്പിലൂടെ MV ജയരാജന് സാധിക്കും എന്നതും നമ്മൾ കാണുക. ഇനി മൂന്നാമത്തെ മണ്ഡലം അഴീക്കോട്. അഴീക്കോടും എപ്പോഴും ചാഞ്ചാട്ടമുള്ള മണ്ഡലമാണ്. പലപ്പോഴും LDF CPM ജയിച്ചിട്ടുണ്ട്. പിന്നെ MV രാഘവൻ CPM വിട്ട് പോയിട്ട്
മത്സരിച്ച് ജയിച്ച് UDF ഗവൺമെൻറ്റിൽ മന്ത്രിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ 2 തവണ KM ഷാജി ജയിച്ചു. പക്ഷേ ഇത്തവണ KM ഷാജിയിൽ നിന്നും ലീഗിൻ്റെ KM ഷാജിയിൽ നിന്നും KM ഷാജി വിവാദ പുരുഷനായതൊക്കെ അറിയാമല്ലോ. സ്വത്ത്, മറ്റ് കാര്യങ്ങൾ, പിന്നെ കൈക്കൂലി വാങ്ങിയ കേസുകൾ, അങ്ങനെ പല കേസുകൾ, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് മുതലായ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണ KM ഷാജിയെ CPIMൻ്റെ KV സുമേഷ് തോൽപ്പിച്ചത് 6141 വോട്ടുകൾക്ക്, 6000-ൽ പരം വോട്ടുകൾക്കാണ്. 2014 KM ഷാജി, ലീഗിൻ്റെ ഷാജി ഇവിടെ ജയിക്കുന്നത് 2016 2887 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷം. അതൊരു വലിയ ഭൂരിപക്ഷമേ അല്ല. ഇനി അന്ന് അദ്ദേഹം നികേഷ് കുമാർ, CPIM ടിക്കറ്റിൽ മത്സരിച്ച മാധ്യമ പ്രവർത്തകനായ നികേഷ് കുമാറിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. BJPക്ക് വെറും 8.89% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. നോട്ട് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി 2011 KM ഷാജിയോട് ആദ്യം ജയിക്കുന്നത് വെറും 493 വോട്ടിനാണ്. മുൻ MLA M പ്രകാശൻ മാസ്റ്ററെയാണ് തോൽപ്പിച്ചത്. അവിടെ BJPക്ക് വെറും 6.19% വോട്ടേ കിട്ടിയുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം അഴീക്കോട് ഇക്കുറി എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവും? നെക്ക് ആൻഡ് നെക്ക്, ചെറിയ ഒരു മേൽക്കൈ ആർക്കോ വേണം കിട്ടാം, LDFനും UDFനും. അത് വലിയൊരു നിർണായക ഘടകമല്ല 2024 തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ തളിപ്പറമ്പിൽ ഒരു മേൽക്കൈ അവിടെ LDFന് കിട്ടുന്നുണ്ട്. ഇനി 4ാമത്തെ മണ്ഡലം കണ്ണൂർ. സിറ്റിംഗ് MLA മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം ഇത്തവണ സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചത് ചെറിയ ഭൂരിപക്ഷം 1745 വോട്ട്. 2016 കടന്നപ്പള്ളിയും പാച്ചേനിയും മത്സരിക്കുന്നു. പാച്ചേനിയെ കടന്നപ്പള്ളി തോൽപ്പിക്കുന്നു. അന്ന് 1196 വോട്ട്. അതായത് 1000-2000 വോട്ടിനുള്ളിലാണ് ഭൂരിപക്ഷം 2 തവണയും വന്നിരിക്കുന്നത്. 2011 CPMൽ നിന്നും വിട്ടുപോയ അബ്ദുള്ളക്കുട്ടി, AP അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു. പിന്നെയാണ് BJPയിലേക്ക് പോയത്. അന്ന് അബ്ദുള്ളക്കുട്ടി കടന്നപ്പള്ളി രാമചന്ദ്രനെ LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നു. 6443 വോട്ട്. ഒരു മികച്ച ഭൂരിപക്ഷമല്ല, ഒരു സാധാ ഭൂരിപക്ഷം. അവിടെ BJPക്ക് വെറും 4.03% വോട്ടേ കിട്ടിയത്. ഇതാണ് കണ്ണൂരിൻ്റെ അവസ്ഥ. കണ്ണൂരും നെക്ക് നിൽക്കുകയാണ്. അതായത് തുല്യം വോട്ട്, ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇനി LDF വിട്ട് UDFന് ഒരു മേൽക്കൈ പറഞ്ഞാൽ അതൊരു വലിയ ഒരു മേൽക്കൈയാവാൻ ഇക്കുറി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഇനി നമ്മൾ 5ാമത്തെ മണ്ഡലം ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടം 2ാം തവണ അദ്ദേഹം ജയിച്ചു. ഇത്തവണ അദ്ദേഹം ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിനാണ്. 50,123, 50,000-ലധികം വോട്ടിനാണ് പിണറായി വിജയൻ ഇക്കുറി C രഘുനാഥൻ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്. ആ C രഘുനാഥനാണ് കോൺഗ്രസ് വിട്ട് ഇപ്പോൾ കണ്ണൂർ ലോക്സഭയിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അറിയാമല്ലോ, K സുധാകരനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇതാണ് C പത്മനാഭനായിരുന്നു കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ധർമ്മടത്ത്. അദ്ദേഹം വെറും 9.13% വോട്ടേ നേടിയുള്ളൂ. അതും വലിയ നിർണായക ഘടകമല്ല. അപ്പോൾ ഇത്തവണയും കഴിഞ്ഞ തവണയും പിണറായി വിജയൻ 2016 അവിടെ നിന്ന് ജയിക്കുന്നത് 36,095 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ്. അന്ന് 36,000, ഇന്ന് 50,000 2ാം ഇലക്ഷനിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്ന നിലയ്ക്ക് ഇക്കുറി MV ജയരാജന് ഒരു വലിയ മേൽക്കൈ കിട്ടാവുന്ന മണ്ഡലമാണ് ലോക്സഭയിലും ധർമ്മടം. അപ്പോൾ തളിപ്പറമ്പും ധർമ്മടവും ഈ 5 എടുക്കുമ്പോൾ ബാക്കി 3 UDFന് ലീഡ് നേടാൻ പറ്റിയാലും ആ ലീഡിനെ മറികടക്കാനുള്ള ബേസ് ഈ പറയുന്ന ഈ 2 മണ്ഡലങ്ങളിൽ തളിപ്പറമ്പിലും ധർമ്മടത്തുമായിട്ട് LDFന് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 5 മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ LDFനൊരു എഡ്ജ്, മേൽക്കൈ അവിടെ കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരിക. മട്ടന്നൂർ KK ശൈലജ, കേരള ചരിത്രത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 60,963 വോട്ടിനാണ് KK ശൈലജ ഇല്ലിക്കൽ അഗസ്തിയെ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 60,963 വോട്ട്. ഇനി 2016 EP ജയരാജൻ അന്ന് ജയിച്ചത് 43,831 വോട്ടിന്. 43,000 വർധന ഈ പറയുന്ന 60,000-ലേക്ക്. എത്ര വലിയ വർധനയാണെന്ന് ആലോചിക്കണം.
2016 പോലെ തന്നെ 2011 ഇ പി ജയരാജനോട് ജയിക്കുന്നു, ഭൂരിപക്ഷം 30,512. അപ്പോൾ ഇ പി തന്നെ 2011 30,000 വോട്ട് ഭൂരിപക്ഷം, 2016 അത് 43,000 ആക്കി, 2021 അത് കെ കെ ശൈലജ അത് വർദ്ധിപ്പിച്ച് 60,963 വോട്ടാക്കി വർദ്ധിപ്പിച്ചു. ഇവിടെ യു ഡി എഫിന് എന്ത് മേൽക്കൈ കിട്ടാൻ പോകുന്നു? നത്തിങ്. ലോക്സഭയിലും ഈ വലിയ മൃഗീയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും എൽ ഡി എഫിന് കൃത്യമായ, എം വി ജയരാജന് കൃത്യമായ മേൽക്കൈ മട്ടന്നൂരിൽ നിന്ന് കിട്ടും. കാര്യം വ്യക്തമാണല്ലോ. ഇനി നമ്മൾ 6ാമത്തെ മണ്ഡലവും പറഞ്ഞു. ഇനി 7ാമത്തെ മണ്ഡലം പേരാവൂർ. പേരാവൂർ യു ഡി എഫിന് അനുകൂലമാണ്, ഇരിക്കൂർ എന്ന് പറഞ്ഞ പോലെ. പേരാവൂർ സണ്ണി ജോസഫ് 2 തവണയായിട്ട് കോൺഗ്രസിനെ ജയിക്കുന്നു. ഇത്തവണ സണ്ണി ജോസഫ് ജയിച്ചത് 21 വെറും 3,172 വോട്ടിന് ഭൂരിപക്ഷത്തിലാണ്. 2016 സണ്ണി ജോസഫ് ജയിച്ചത് 7,989 വോട്ട്, 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ല. 2011 സണ്ണി ജോസഫ് ജയിച്ചത് വെറും 3,440 വോട്ടിലാണ്. അപ്പോൾ ഇക്കുറിയും പേരാവൂരിൽ ലോക്സഭാ ഇലക്ഷൻ നോക്കിയാലും യു ഡി എഫിന് ഒരു മേൽക്കൈ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കെ സുധാകരനോട് കൂടുതൽ വോട്ടുകൾ എം വി ജയരാജനേക്കാൾ കിട്ടും, സംശയം ഞങ്ങൾക്കില്ല. പക്ഷെ അത് ഈ മറ്റു 3 മണ്ഡലങ്ങളിലെ, ഈ പറയുന്ന മറ്റു 3 മണ്ഡലങ്ങളിലെ ഒരു വലിയ മാർജിൻ എൽ ഡി എഫിന് നേടാൻ കഴിയുന്നതിനെ തളിപ്പറമ്പ്, അതേപോലെ ഈ പറയുന്ന ധർമ്മടം, അതേപോലെ 3ാമത് പറഞ്ഞ മട്ടന്നൂർ, ഈ 3 മണ്ഡലങ്ങളിൽ നിന്നും തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂരിൽ നിന്നൊരു വലിയ മാർജിൻ എം വി ജയരാജന് കിട്ടുമ്പോൾ മറ്റ് 4 മണ്ഡലങ്ങളിൽ ഒരു ചെറിയ മാർജിൻ യു ഡി എഫിന് കിട്ടിയാലും ഇത് ടാലിയാവുമ്പോഴും കണ്ണൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്, എം വി ജയരാജന് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ, വോട്ടിംഗ് പാറ്റേൺ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.